പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യുയാക്കീമും ഹന്നായും. ഇസ്രായേൽ മക്കൾ അവരുടെ കാഴ്ചകളെ അർപ്പിക്കാനുള്ള കർത്താവിൻ്റെ വലിയ ദിവസമായ സമർപ്പണ പെരുന്നാൾ സമാഗതമായി. ഈ പെരുന്നാൾ ദിവസം ഇസ്രായേലരൊക്കെയും യെരുശലേം ദേവാലയത്തിൽ ചെന്ന് തങ്ങളുടെ കാഴ്ചകൾ സമർപ്പിക്കുക പതിവാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനും ദാവീദിന്റെ വംശജനുമായ യുയാക്കീം ഭാര്യ ഹന്നായോടൊപ്പം ആചാരപ്രകാരം കാഴ്ചയർപ്പിക്കുവാൻ യെരുശലേം ദേവാലയത്തിലെത്തി. വിശുദ്ധ നാട് എന്ന പേരിൽ വിശ്വവിഖ്യാതമായ പലസ്തീൻ രാജ്യത്തിലെ ഗലീല പ്രദേശത്തുള്ള നസ്രേത്ത് എന്ന ഗ്രാമത്തിലാണ് യുയാക്കീമും ഹന്നായും താമസിച്ചിരുന്നത്. അടിയുറച്ച ദൈവഭക്തിയും അനിതര സാധാരണമായ ജീവിത വിശുദ്ധിയുമുള്ള ഉത്തമ ദമ്പതികളായിരുന്നു യുയാക്കീമും ഹന്നായും. അവരുടെ അധ്വാന ഫലമായുണ്ടാക്കിയ സ്വത്തിന്റെ 1/3 യെരുശലേം ദേവാലയത്തിൽ ദൈവാരാധനയ്ക്കും 1/1 ദാനധർമാദികൾക്കും ബാക്കി 1/1 സ്വന്തം ജീവിത ചെലവിനുമായി അവർ നീക്കിവെച്ചു. വിവാഹിതരായി 20 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് സന്താന ഭാഗ്യം ലഭിച്ചില്ല. അതിൽ ഇരുവരും ദുഃഖിതരായിരുന്നു. അക്കാലത്ത് യഹൂദന്മാർക്കിടയിൽ വന്ധ്യത്വം ആക്ഷേപാർഹമായും ദൈവശാപത്തിന്റെ പ്രത്യക്ഷ ലക്ഷണമായും കണക്കാക്കപ്പെട്ടിരുന്നു. യഹൂദ സമുദായ ആചാരപ്രകാരം വന്ധ്യയായ ഭാര്യയെ അവളുടെ സമ്മതത്തോടുകൂടി ഉപേക്ഷിക്കുന്നതിനും മറ്റൊരുവളെ പരിഗ്രഹിക്കുന്നതിനും തടസ്സമില്ലായിരുന്നു. എന്നാൽ നീതിമാനായ യുയാക്കീം തൻ്റെ സ്നേഹനിധിയായ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. അയാൾ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചും ദൈവഹിതത്തിന് വിധേയമായും ജീവിച്ചു. ദേവാലയത്തിൽ പ്രവേശിച്ച യുയാക്കീമും ഹന്നായും തങ്ങളുടെ കാഴ്ചകൾ അർപ്പിച്ചതിന് ശേഷം ബലിപീഠത്തിന് മുമ്പാകെ നിന്ന് കണ്ണുകളടച്ച് ഭക്തിപൂർവം പ്രാർത്ഥനയിൽ മുഴുകി. നീ ഇസ്രായേലിൽ സന്തതിയില്ലാത്തവനാകിയാൽ കാഴ്ച അണയ്ക്കാൻ നിനക്ക് അവകാശമില്ല. സന്തതികൾ ഉണ്ടാകാത്തവനായി നിന്നെ ശിക്ഷിച്ചിരിക്കുന്ന ദൈവം നിന്റെ കാഴ്ചകളെ സ്വീകരിക്കുകയോ അതിൽ പ്രീതനാവുകയോ ഇല്ല. ആദ്യം നീ പോയി ദൈവത്തിൽ നിന്നുള്ള ഈ ന്യായവിധിയിൽ നിന്ന് മോചനം നേടി സന്താന ഭാഗ്യമുള്ളവനാകുക. അതിനുശേഷം കാഴ്ച അർപ്പിക്കുവാൻ വരിക. ദേവാലയത്തിനുള്ളിൽ തിങ്ങിക്കൂടിയ മുഴുവൻ ജനങ്ങളും കേൾക്കെ പിന്നിൽ നിന്നുയർന്ന ആ വാക്കുകൾ കേട്ട് യുയാക്കീം തിരിഞ്ഞു നോക്കി. തനിക്കെതിരെ ശകാരവും പരിഹാസവും ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഹാപുരോഹിതനായ ഇസഹാറിനെ കണ്ട് യുയാക്കീം ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. ദേവാലയത്തിനുള്ളിൽ പ്രതിധ്വനിച്ച ഇസഹാക്കിന്റെ വാക്ശരങ്ങൾ യുയാക്കീമിന്റെയും ഹന്നായുടെയും ഉള്ളിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കി. ആ ദമ്പതികൾ നിറഞ്ഞ കണ്ണുകളോടെ കുറ്റവാളികളെ പോലെ ദേവാലയത്തിന് പുറത്തിറങ്ങി. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാലയത്തിലെ ബലിപീഠത്തിന് മുന്നിൽ വച്ച് ഞങ്ങൾ പരിഹാസികളും നിന്ദിതരുമായി തീർന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ. ഇസ്രായേലിലെല്ലാ നീതിമാന്മാർക്കും സന്തതികളുണ്ടായിരുന്നുവല്ലോ. എൻ്റെ പാപങ്ങൾ മൂലമായിരിക്കും ഞങ്ങൾക്ക് ഈ ദുസ്ഥിതി വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നൽകണമേ. ഞങ്ങളുടെ പിതാവായ അബ്രാഹാമിനും ഭാര്യ സാറായ്ക്കും വാർദ്ധക്യത്തിൽ ഇസഹാക്കിനെ നൽകിയ കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്കും സന്താന സൗഭാഗ്യം തരയണമേ. യുയാക്കീം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഹന്നായെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം എന്തോ നിശ്ചയിച്ചൊരിച്ച മട്ടിൽ ആരോടും ഒന്നും പറയാതെ യുയാക്കീം അവിടെ നിന്ന് നടന്നകന്നു. കുറെ അകലെയുള്ള ഒരു വനത്തിലേക്കാണ് അയാൾ പോയത്. അവിടെ ഒരു കൂടാരമുണ്ടാക്കി ഏകനായി താമസിച്ചു. ദൈവമായ കർത്താവ് എൻ്റെ പ്രാർത്ഥന അംഗീകരിക്കുന്നതുവരെ ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല. അയാൾ ശപഥം ചെയ്തു. 40 രാവും 40 പകലും യുയാക്കീം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഭർത്താവിൻ്റെ അഭാവത്തിൽ ഏകയായ ഹന്ന വീട്ടിലെത്തി കണ്ണുനീരോടുകൂടി ദൈവമുമ്പാകെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ വീടിന് സമീപത്തുള്ള പൻഡിൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതിയായിരിക്കുമ്പോൾ
ആ വൃക്ഷത്തിന്മേലുള്ള ഒരു പക്ഷിക്കൂട് അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഒരു തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും സ്വല്ലാസം അവിടെ വിഹരിക്കുന്നു. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ സന്തോഷപൂർവ്വം കലപില ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അമ്മയുമായി സ്നേഹം പങ്കിടുന്നു. മാതൃസ്നേഹത്തിൻ്റെ മഹനീയത കൺമുന്നിൽ കണ്ട് ഹന്ന നെടുവീർപ്പിട്ടു. ഇസ്രായേൽ മക്കളിൽ ഞാൻ മാത്രം ശപിക്കപ്പെട്ടവളായല്ലോ ദൈവമേ. ഈ പക്ഷി പോലും നിന്റെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയല്ലോ. അതിനോട് കാട്ടിയ കരുണയെങ്കിലും എന്നോട് തോന്നേണമേ. അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഏറെ നേരം കണ്ണുകൾ അടച്ച് ദൈവത്തെ ധ്യാനിച്ചു. ഹന്നായെ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. നിന്റെ സന്തതി ലോകമൊക്കെയും എക്കാലവും കീർത്തിക്കപ്പെടും. മധുര മനോഹരമായ ആ ശബ്ദം കേട്ട് ഹന്ന കണ്ണു തുറന്നു. ദൈവത്തിൻ്റെ ദൂതുമായി മുൻപിൽ നിൽക്കുന്ന മാലാഖയെ കണ്ട് അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദൈവമായ കർത്താവാണേ, എന്നിൽ ജനിക്കുന്ന കുട്ടി ആണായാലും പെണ്ണായാലും അതിന് ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കും. ഹന്ന പ്രതിജ്ഞ ചെയ്തു. തൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ദേവാലയത്തിലേക്ക് പോയി. ഇതേ സമയത്ത് തന്നെ വനത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുകിയിരുന്ന യുയാക്കീമിൻ്റെ മുന്നിലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. യുയാക്കീം, നീ ദുഃഖിക്കണ്ട. നീതിമാനായ നിന്റെ പ്രാർത്ഥന ദൈവം മുമ്പാകെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. മക്കളില്ലാത്തതു മൂലം നീയും ഭാര്യയും സഹിക്കേണ്ടി വന്ന അപമാനവും ദുഃഖവും ദൈവം കണ്ടിരിക്കുന്നു. നിന്റെ ഭാര്യ ഹന്ന ഒരു പുത്രിയെ പ്രസവിക്കും. അവൾക്ക് മറിയാം എന്ന് പേർ വിളിക്കണം. നീ എത്രയും വേഗം യെരുശലേമിൻ്റെ സുവർണ വാതിൽക്കലേക്ക് പോവുക. അവിടെ നിന്നെ കാത്ത് നിന്റെ ഭാര്യ നിൽപ്പുണ്ടായിരിക്കും. ദൂതൻ അപ്രത്യക്ഷനായി. യുയാക്കീം സുവർണ വാതിൽക്കൽ ചെല്ലുമ്പോൾ ദൂതൻ പറഞ്ഞ പ്രകാരം അവിടെ വെച്ച് ഹന്നായെ കണ്ടു. ഇരുവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് പോയി.